ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു കുറുമക്കറി ഉണ്ടാക്കാൻ കേട്ടോ. ഇത് വേഗം തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ തലേ ദിവസം കുതിരാനായിട്ട് വെച്ചിരുന്ന ഗ്രീൻ പീസ് നല്ലതുപോലെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പകുതി സബോള മുറിച്ചതും അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അതൊന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങുമാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. പെരുംജീരകം, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, കുരുമുളക്, പിന്നെ ഒരു തക്കോലം 2-3 കഷ്ണമായിട്ട് മുറിച്ച് വെച്ചതും കൂടെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്പൈസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരണം. ആ മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു സബോള അത്യാവശ്യം കട്ടിയായിട്ട് തന്നെ അരിഞ്ഞത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ സബോളയൊക്കെ നല്ലോണം ഒന്ന് വാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്ത് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സബോള ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയായിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ബീൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ആ എണ്ണയിൽ സബോളയുടെ കൂടെയും കിടന്ന് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു പകുതി വേവാകുന്നിടം വരെ ഇങ്ങനെ ഇളക്കിയിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടുപ്പിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതധികം വെന്തുടയാത്ത പോലത്തെ രീതിയിലാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസിനെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലേക്കും ക്യാരറ്റിലേക്കും ഇട്ട് കൊടുത്ത് നല്ലോണം അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകുന്ന വെറ്റുന്നിടം വരെ നല്ലോണം ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2ാം പാൽ ഒഴിച്ച് നല്ലോണം ഇത് തിളച്ച് കുറുകി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ നല്ലോണം വേവാകത്തുള്ളൂ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തിളച്ച് വെന്ത് ഒന്ന് വറ്റി വരണം കേട്ടോ. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുകയാണ്. കുറച്ച് വെച്ചിട്ട് നമ്മളിതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ 1ാം പാല് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇത് തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഈ 1ാം പാല് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിനകത്ത് മുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എനിക്കിവിടെ പിള്ളേർ കഴിക്കുന്നുണ്ട് മുളക് ചേർക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ തിളയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യണേ. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ, നമ്മൾ ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പം കറക്റ്റ് പാകമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളിയാണ്. ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.